ongoing thing. Raju plays cricket. Cricket is played by Raju. Active voice and passive voice. Subject, verb, object. ആകെ ഒരു കൺഫ്യൂഷനാണല്ലേ. പല കുട്ടികളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഗ്രാമർ ഭാഗത്തിലെ ഏറ്റവും ബേസായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അതിനെക്കുറിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുക. അവർക്കും നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ക്ലാസ് കൊണ്ട് വളരെയധികം ഉപകാരം ലഭിക്കും. അപ്പോൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സബ്ജക്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രവൃത്തി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. വെർബ് ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ആക്ഷൻ വേർഡാണ് അതിലെ ക്രിയ. എന്നാൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരെ അല്ലെങ്കിൽ എന്തിനെ. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസിലെ വെർബിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സെൻറ്റൻസുകളും നമുക്ക് ഈ രീതിയിൽ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ട്രാൻസിറ്റീവ് വെർബാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റാൻ കഴിയും. ഇനി എന്താണ് ആക്റ്റീവ് ഫോം, എന്താണ് പാസീവ് ഫോം എന്നുള്ളതിന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതായത് നമ്മൾ ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ വെർബ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ക്രിയ, ആ പ്രവൃത്തി ചെയ്യുന്നത് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. അതായത് സബ്ജക്റ്റാണ് ഇവിടെ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ. അപ്പോൾ അത് നമുക്കൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം. എന്നാൽ ഒരു പാസീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ സബ്ജക്റ്റ് അല്ല ആ പ്രവൃത്തി ചെയ്യുന്നത്, വേറെ ആരോ ആണ്. അത് അവസാനം ആ സെൻറ്റൻസിൻ്റെ അവസാനം ബൈ എന്നുള്ള ഒരു വാക്ക് ചേർത്ത് ആ പ്രവൃത്തി ചെയ്ത ആളുടെ പേര് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ നമുക്ക് കാണാം. ഈ രീതിയിലാണ് ഒരു പാസീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ് അവിടെ ഡൂവർ ഓഫ് ദി ആക്ഷൻ. എന്നാൽ പാസീവ് സെൻറ്റൻസിൽ ആദ്യം വരുന്നത് ഒബ്ജക്റ്റാണ്. ഇതാണ് നമ്മൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസുകൾ നമ്മൾ ടെൻസ് പഠിച്ച സമയത്ത് നമ്മൾ ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലും അതിൽ 4 രീതിയിലുള്ള ഉപവിഭാഗങ്ങൾ നമുക്കുണ്ട് അല്ലേ. ഇപ്പോൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അങ്ങനെ ഈ 4 രീതിയിൽ പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും നമുക്ക് ഈ പറഞ്ഞ 4 രീതിയിലുള്ള ഉപവിഭാഗങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ മൊത്തം നമുക്ക് 12 തരത്തിലുള്ള ടെൻസ് ഫോമുകളുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു സബ്ജക്റ്റും അതുപോലെ ഒരു വെർബും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12 തരത്തിലുള്ള സെൻറ്റൻസുകളാക്കി അതിനെ എഴുതാം. ഇതൊക്കെ ആക്റ്റീവ് ടെൻസാണ്, അതായത് ആക്റ്റീവ് ഫോമാണ്, ടെൻസിൻ്റെ ആക്റ്റീവ് ഫോമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാസീവ് ഫോമുകളെ കുറിച്ചാണ്. എന്നാൽ പാസീവ് ഫോമുകൾക്ക് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള 12 എണ്ണം ഇല്ല. നമുക്ക് 8 തരത്തിലുള്ള പാസീവ് ഫോമുകളെ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 8 തരത്തിലുള്ള പാസീവ് ഫോമുകൾ? അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഓർക്കാം. അവസാനത്തെ 4ാമത്തെ ടൈപ്പ് 3ൻ്റെയും നമുക്ക് പാസീവ് ഫോം ഇല്ല. അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് പാസീവ് ഫോം ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് 3 എണ്ണം ഒഴിവായി.
ഇനി ഒരെണ്ണം ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിലെ രണ്ടാമത്തത്, അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസിനും ഇതുപോലെ പാസീവ് ഫോം ഇല്ല. അപ്പോൾ നമുക്ക് പാസീവ് ഫോം ഉള്ളത് എന്ന് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസൻ്റ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്. പിന്നെ സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇത്രയും എണ്ണത്തിന് മാത്രമേ നമുക്ക് പാസീവ് ഫോം ഉള്ളൂ. ഇനി പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സെൻറ്റൻസിലെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസും പാസീവ് സെൻറ്റൻസും ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് പല രീതിയിലുള്ള പല ആക്റ്റീവ് സെൻറ്റൻസുകളും പാസീവ് സെൻറ്റൻസുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വെറൈറ്റി, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആക്റ്റീവ് സെൻറ്റൻസും പാസീവ് സെൻറ്റൻസുകളും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഒരു ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ അത് ചെയ്ത ആൾക്ക് അത്ര പ്രാധാന്യമില്ലാത്ത അവസരങ്ങളിൽ, അതായത് അവിടെ ആ പ്രവൃത്തിക്കാണ് പ്രാധാന്യം. അല്ലെങ്കിൽ കള്ളനെ പിടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ആര് പിടിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ പിടിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനെ വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പാസീവ് ഫോമാണ് ഉപയോഗിക്കുക. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. രാജു പ്ലേസ് ക്രിക്കറ്റ്. രാജു ക്രിക്കറ്റ് കളിക്കുന്നു. രാജു പ്ലേസ് ക്രിക്കറ്റ്. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. പ്ലേസ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. എങ്ങനെയാണ് ഇതിനെ ഒരു പാസീവ് ഫോമിലേക്ക് മാറ്റുക? അപ്പോൾ നമ്മൾ പറയും രാജു ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് രാജുവിനാൽ കളിക്കപ്പെടുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ എന്താണ്? ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ രാജു. അപ്പോൾ നമ്മൾ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഒബ്ജക്റ്റിനെ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം വെർബിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. അതിനുശേഷം ആ പ്രവൃത്തി ചെയ്ത ആളെ അവസാനം ഒരു ബൈ ഏജൻറ്റ്, BY എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്ത ആളുടെ പേര് അവസാനവും ചേർക്കുന്നു. അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ബൈ ഏജൻറ്റ് ചേർക്കണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല പാസീവ് സെൻറ്റൻസുകളിൽ. അപ്പോൾ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ പറഞ്ഞത്, നമുക്ക് ഒരു ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ള ആ ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അവിടെ ക്രിയ എന്ന് പറയുന്നത് പ്ലേസ് എന്നാണ്. അപ്പോൾ കളിക്കുക എന്നുള്ളതാണ് ഇവിടെ ക്രിയ. അപ്പോൾ ആരെ അല്ലെങ്കിൽ എന്തിനെ കളിക്കുന്നു? അപ്പോൾ നമുക്ക് കിട്ടി ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റാണ് ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു, ക്രിക്കറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉള്ളത് നമുക്ക് എന്താണ്? ഈസാണ്. അപ്പോൾ ഈ എല്ലാ പാസീവ് ഫോമിലും നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് V3 ആണ്, അല്ലെങ്കിൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അപ്പോൾ നമുക്ക് ആ ക്രിയയുടെ മൂന്നാമത്തെ രൂപം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസീവ് ഫോം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ടെൻസിൻ്റെയും പാസീവ് ഫോം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഇതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്നുള്ളതാണ് ഇതിൻ്റെ പാസീവ് ഫോം. അപ്പോൾ ഇവിടെ നമ്മുടെ ഷോർട്ട് ഫോർമുല എന്താണ്? ഈസ് ആം പ്ലസ് V3. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അതായത് ഈസ് ആം പ്ലസ് V3. എന്തിനാണ് നമുക്ക് ഈസ് ആം 3 കാര്യങ്ങൾ അവിടെ? അത് നമ്മൾ നോക്കണം. പുതുതായി വരുന്ന സബ്ജക്റ്റ് അത് സിംഗുലറാണോ, പ്ലൂറലാണോ, ഏകവചനമാണോ, ബഹുവചനമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് അതിന് ചേരുന്ന, കാരണം നിങ്ങൾക്കറിയാം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് ചേരുന്ന ഒരു വെർബിനെ നമ്മൾ എടുത്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ 3 സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ഈസ് ആം 3 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റിന് ചേരുന്നത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ്? ഹീ റൈറ്റ്സ് എ നോവൽ എന്നുള്ള എക്സാമ്പിളിൽ എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ റൈറ്റ് എന്നുള്ളതിൻ്റെ V3, റൈറ്റ്, റോട്ട്, റിട്ടൺ, V1, V2, V3. സോ ഇവിടെ നമുക്ക് എന്താണ്? റിട്ടൺ എന്നുള്ളതാണ് V3. അപ്പോൾ എങ്ങനെയാണ്? എ നോവൽ ഈസ്, കാരണം നോവൽ സിംഗുലറാണ്, ഒന്നാണ്.
അപ്പോൾ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം. ഹി എന്നുള്ളത് ബൈ, അവസാനത്തെ ബൈ ഏജൻ്റായി മാറുമ്പോൾ അതിനെ നമ്മൾ ഹിം എന്നാക്കി എഴുതുന്നു. അപ്പോൾ ഹി റൈറ്റ്സ് എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം. അങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഉദാഹരണം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉദാഹരണമാണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. ഇനി ഇത് തന്നെ നമ്മൾ പറയുകയാണ് ഹി റൈറ്റ്സ് ലെറ്റേഴ്സ് എന്നാണെന്ന് വിചാരിക്കുക. ഹി റൈറ്റ്സ് ലെറ്റേഴ്സ്, അവൻ കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബഹുവചനമായി മാറി. ഹി റൈറ്റ്സ് ലെറ്റേഴ്സ്. അപ്പോൾ നമ്മൾ അത് എഴുതുമ്പോൾ നമുക്ക് അവിടെ ഈസ് എന്ന് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം പുതിയ സബ്ജക്റ്റ് ലെറ്റേഴ്സ് ആണ്, ബഹുവചനമാണ്. അപ്പോൾ നമ്മൾ അവിടെ ആർ എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ ഹിം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഈസ്, ആർ, ആം, എനി ഓഫ് ദിസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, സാഹചര്യം അനുസരിച്ച് അതിലേതാണോ, പ്ലസ് V3 വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കുക. ഏറ്റവും അവസാനം ബൈ, അതുപോലെ അതിൻ്റെ പഴയ സബ്ജക്റ്റും എഴുതുക. ഇനി ഇതാണ് ഒന്നാമത്തെ സിമ്പിൾ, ഇതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരികയാണ്, അതായത് കണ്ടിന്യൂസ് ഫോം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ആദ്യത്തിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഹി റൈറ്റ്സ് എ ലെറ്റർ. അതിനെ നമ്മൾ രണ്ടാമത്തെ ഫോമായ കണ്ടിന്യൂസ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിൽ എങ്ങനെയാണ് വരിക? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നായി മാറും. ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് രണ്ടാമത്തെ ടെൻസിൽ, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ വരുന്നു. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. എങ്ങനെയാണ് ഇതിൻ്റെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുക? ഈ ING വരുന്ന രണ്ടാമത്തെ കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ബീയിങ്, അതായത് BEING, ബീയിങ് പ്ലസ് V3. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണം തന്നെ നോക്കാം. ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. അയാൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ടെൻസാണ്, പ്രസൻറ്റിലെ രണ്ടാമത്തെ ടെൻസായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. അതിന് നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എ നോവൽ ഈസ്, നോക്കണം അവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് നോക്കണം. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ ING ഫോമിലുള്ളതിന് നമ്മൾ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ ബീയിങ് ഉപയോഗിക്കണം. അപ്പോൾ ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇനി അത് ബഹുവചനമാണെങ്കിൽ ഹി ഈസ് റൈറ്റിംഗ് നോവൽസ് എന്നാണെങ്കിലോ, നോവൽസ് ആർ ബീയിങ് റിട്ടൺ ബൈ ഹിം. സിമ്പിളാണ്. ഇനി അതുപോലെ മൂന്നാമത്തെ ടൈപ്പിലേക്ക് നമ്മൾ വരികയാണ്. ഹി ഹാസ് റിട്ടൺ എ നോവൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഹി ഹാസ് റിട്ടൺ എ നോവൽ. അപ്പോൾ ഇവിടെയും വളരെ ഈസി, അവനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പാസീവ് ഫോമിലേക്ക് മാറ്റാം. റൂൾസൊക്കെ സെയിം ആണ്. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ എടുക്കുന്നു, അതിനുശേഷം അതിലുപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു, V3 നിർബന്ധമായിട്ടും ഉപയോഗിക്കുന്നു. ഹി ഹാസ് റിട്ടൺ എ നോവൽ, അതിനെ നമ്മൾ സബ്ജക്റ്റായി കൊണ്ടുവരുന്നു. എ നോവൽ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് നമുക്കുള്ളത്, അതിൽ സിംഗുലർ ആയിട്ടുള്ളത് ഹാസ് ആണ്. എ നോവൽ ഹാസ് ബീൻ, ബീൻ റിട്ടൺ ബൈ ഹിം. അല്ലെങ്കിൽ നോവൽസ് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. നോവലാണെങ്കിൽ ഹാസ് ബീൻ റിട്ടൺ, നോവൽസ് ആണെങ്കിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. ഇനി നാലാമത്തത് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ എന്തുണ്ട്? നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ട്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് പാസീവ് ഫോം ഇല്ല. അപ്പോൾ പ്രസൻറ്റിലെ നമുക്ക് ഈ ആദ്യത്തെ മൂന്നെണ്ണത്തിന് മാത്രമേ പാസീവ് ഫോം ഉള്ളൂ. അത് വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി പാസ്റ്റിലും ഫ്യൂച്ചറിലുമുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഒറ്റ ഉദാഹരണത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. He is writing a letter is being written by him. He has written a letter has been written by him. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ആ പ്രസൻറ്റ് ടെൻസിലെ പാസീവ് ഫോമുകളെല്ലാം
തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോവുകയാണ്. പാസ്റ്റ് ടെൻസിൽ 3 എണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ പാസീവ് ഫോമിന്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇതേ ഉദാഹരണങ്ങൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഹി റോട്ട് എ നോവൽ, ഹി വാസ് റൈറ്റിംഗ് എ നോവൽ, ഹി ഹാഡ് റിട്ടൺ എ നോവൽ, അല്ലേ? അപ്പോൾ ഈ സെയിം ഉദാഹരണം അത് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് അറിയാം V2 ഉപയോഗിക്കണം, വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കണം. അപ്പോൾ ഹി റോട്ട് എ നോവൽ, അവനൊരു നോവൽ എഴുതി. റോട്ട്, WROT, റൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഹി റോട്ട് എ നോവൽ. അടുത്തത് എന്താ വരിക? ഹി വാസ് റൈറ്റിംഗ് എ നോവൽ. അടുത്തത് ഹി ഹാഡ് റിട്ടൺ എ നോവൽ, അവനൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ പാസീവ് ഫോം നേരത്തെ പോലെ തന്നെ നമുക്ക് വളരെ ഈസിയാണ്. ഈസ് എന്നുള്ളിടത്തൊക്കെ അതിൻ്റെ പാസ്റ്റ് ഫോം വാസ് ഉപയോഗിക്കുന്നു, ഹാസ് എന്നുള്ളതിനൊക്കെ ഹാഡും ഉപയോഗിക്കുന്നു. ഇതാണ് പാസ്റ്റിൽ വരുമ്പോൾ ഉള്ള ഡിഫറൻസ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതും പറയാം. ഹി റോട്ട് എ നോവൽ, എ നോവൽ. പിന്നെ നമുക്ക് അവിടെയുള്ള ഓപ്ഷൻ എന്താണ്? വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കണം, പ്ലൂറൽ ആണെങ്കിൽ വെയർ ഉപയോഗിക്കണം. അപ്പോൾ ഹി റോട്ട് എ നോവൽ, എ നോവൽ സിംഗുലർ ആണ്, വാസ് റിട്ടൺ ബൈ ഹിം. അല്ലെങ്കിൽ നോവൽസ് വെയർ റിട്ടൺ ബൈ ഹിം. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്കാണ്. അപ്പോൾ എന്താണ്? ഹി വാസ് റൈറ്റിംഗ് എ നോവൽ. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ഫോമിൽ നിർബന്ധമായിട്ടും പാസീവ് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബീയിങ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഹി വാസ് റൈറ്റിംഗ് എ നോവൽ, എ നോവൽ വാസ് ബീയിങ് written by him. Novels were being written by him. ഇതാണ് കണ്ടിന്യൂസ് ഫോം. ഇനി നമ്മൾ വരുന്നത് പെർഫെക്റ്റ് ഫോമിലേക്കാണ്. പെർഫെക്റ്റ് ഫോമിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ് ആക്റ്റീവ് വോയിസിൽ ഉണ്ടാവുക. അപ്പോൾ ഹി ഹാഡ് റിട്ടൺ എ നോവൽ, എ നോവൽ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹിം. ഒന്നുകൂടി പറയാം, പാസ്റ്റ് ടെൻസിലെ 3 പാസീവ് ഫോമിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അതിൻ്റെ ആക്റ്റീവും പാസീവും ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തത് ഹി റോട്ട് എ നോവൽ, ആക്റ്റീവ് ഫോം. എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം, അതിൻ്റെ പാസീവ് ഫോം. ഇനി പ്രസൻറ്റ് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഹി വാസ് റൈറ്റിംഗ് എ നോവൽ, അതിൻ്റെ പാസീവ് ഫോം എ നോവൽ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിൽ ഹി ഹാഡ് റിട്ടൺ എ നോവൽ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹിം. ഈസിയാണ്. ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ, സിമ്പിൾ ഫ്യൂച്ചറും അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റും. അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് ഫോമിലുള്ള അതിൻ്റെ ഒരു ഫോർമുല നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസീവ് ഫോം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാസീവ് ഫ്യൂച്ചർ ടെൻസിലാകുമ്പോൾ നമ്മൾ ഷാൾ, വിൽ ഒക്കെയാണ് ഉപയോഗിക്കുക. ഹി വിൽ റൈറ്റ് എ നോവൽ, ഹി വിൽ റൈറ്റ് എ നോവൽ, അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ അതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം. അതുപോലെ തന്നെ ഇനി രണ്ടാമത് ബാക്കിയുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹി വിൽ ഹാവ് റിട്ടൺ എ നോവൽ എന്നുള്ളതാണ് ആക്റ്റീവ് ഫോം. അതിൻ്റെ പാസീവ് ഫോം എ നോവൽ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം.